ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് ഒരുമിച്ച് ആലോചിക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്ന വിഷയത്തെക്കുറിച്ച്. എന്താ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക? നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്താൽ പ്രത്യേകത ഒന്ന്, ദൈവം നൽകിയ പരിജ്ഞാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. രണ്ടാമത്, ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവരായി വളരാനും പറ്റും. ഈ രണ്ട് കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ പല സുഹൃത്തുക്കളും പലപ്പോഴും നമ്മളെ ചെയ്യേണ്ടത് ചെയ്യാൻ പ്രേരിപ്പിക്കാറില്ല, ദൈവികമായ ജ്ഞാനത്തിലേക്ക് വളർത്താറില്ല. നല്ല സുഹൃത്തുക്കൾ എപ്പോഴും എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവർ പറയും, അല്ലെങ്കിൽ അവർ പറയാതെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും. മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ ആദരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യണം, പഠിക്കേണ്ടവ കൃത്യമായി പഠിക്കണം. ഇതൊക്കെ നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്നു. എന്നാൽ ചില മോശം സുഹൃത്തുക്കൾ നമ്മളിൽ പലർക്കും ഉണ്ടാകാറുണ്ട്. അവരെ ഞാൻ ഈ പറഞ്ഞ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്ന് പതിയെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അറിഞ്ഞോ അറിയാതെയോ നമ്മളും അതിലേക്ക് വീണുപോകും. അവിടെയാണ് സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ ഓർക്കേണ്ടിയത്. ജ്ഞാനികളോട് കൂടെ നടക്കുന്നവൻ ജ്ഞാനിയാണ്, ജ്ഞാനികളോട് കൂടെ നടക്കുന്നവൻ ജ്ഞാനിയാണ്, മൂഢന്മാരുടെ കൂട്ടുകാരൻ ദോഷമനുഭവിക്കും. മൂഢന്മാരുടെ കൂട്ടുകാരൻ ദോഷമനുഭവിക്കും. എന്താ ഇതിനർത്ഥം? നല്ല സുഹൃത്തുക്കളോട് കൂടെ നടക്കുന്നവന് ജീവിതത്തിൽ വളർച്ചയുണ്ടാകും, ഉയർച്ചയുണ്ടാകും, ജീവിതം അനുഗ്രഹകരമായി തീരും. എന്നാൽ ആരാണോ ശരിയല്ലാത്ത സൗഹൃദത്തിൽ ചെന്ന് വീണിരിക്കുന്നത്, അവരൊക്കെ ജീവിതത്തിൽ ശിക്ഷ അനുഭവിക്കും, പ്രയാസപ്പെടേണ്ടി വരും. അതാ അതിന്റെ അർത്ഥം. വിശുദ്ധ വേദപുസ്തകത്തിലെ നല്ല രണ്ട് സുഹൃത്തുക്കളാണ് ദാവീദും യോനാഥാനും. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെ പരാമർശിക്കുന്നുണ്ട് അവരുടെ ജീവിതം. അതിൽ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുക, യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു, സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു എന്ന് പറയാം. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടോ? നല്ല സുഹൃത്തുക്കൾ എപ്പോഴും മനസാക്ഷിയെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ വാക്കുകൊണ്ടൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നവരായിരിക്കും. ഇന്ന് പലപ്പോഴും നമുക്ക് മനസാക്ഷി നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ഇത് തിരിച്ചറിയപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ്. ശരിയേത് തെറ്റേത്. പലരും നമ്മളെ ശരിയേത് എന്ന് പഠിപ്പിക്കും പലപ്പോഴും. ആ കൂട്ടത്തിൽ നമ്മളെ ഏറെ സ്വാധീനിക്കും നമ്മുടെ കൂട്ടുകാരാണ്. അതുകൊണ്ട് ശരിയേതെന്ന് പഠിപ്പിക്കുന്ന കൂട്ടുകാരെ നമ്മൾ സെലക്ട് ചെയ്യണം. തെറ്റേത് എന്ന് അവർ നമ്മളെ തിരിച്ചറിയിക്കുകയും ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരെ നാം സെലക്ട് ചെയ്യരുത്. അവർ നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിച്ച് കളയുന്നവരാണ്. അതുകൊണ്ട് മനസാക്ഷി രൂപീകരിക്കുന്നതിലും മനസാക്ഷി മരവിപ്പിക്കുന്നതിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാർക്ക് പങ്കുണ്ട് എന്നുള്ളത് നാം മറക്കരുത്. ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയുക, നീ ഇന്ന് ഹോംവർക്ക് ചെയ്യണ്ട, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലടാ, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോട് നമുക്കിന്ന് എതിർത്ത് സംസാരിക്കാം, അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞു എന്ന് വരാം. ഇതെല്ലാം നമ്മുടെ മനസാക്ഷിയെ തെറ്റിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മെ മനസാക്ഷി ഇല്ലാത്തവരാക്കുന്നതാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ നല്ലയാളാക്കാൻ ഇവൻ അല്ലെങ്കിൽ ഇവൾ ശ്രമിക്കുന്നുണ്ടോ? രണ്ടാമത്, എന്നെ ദൈവത്തോട് ചേർത്ത് നല്ല മനുഷ്യനാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്നെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? നല്ല സുഹൃത്തുക്കൾ എങ്ങനെയൊക്കെ ചെയ്യും, ദൈവത്തോടൊരാളെ ചേർത്ത് നിർത്തും, അതുപോലെ നല്ല സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം ആരോടൊപ്പം ഇടപെടുന്നു, നാം ആരോടൊക്കെ സഹകരിക്കുന്നു, ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ, അത് വളരെ നിർണായകമാണ്. ഒരാളെ തിരിച്ചറിയാൻ, അയാളുടെ സ്വഭാവം തിരിച്ചറിയാൻ, അയാളുടെ സുഹൃത്ത് ആര് എന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. നമുക്കറിയാൻ പറ്റും ആ ആളിൻ്റെ സ്വഭാവം എന്താണ്. അതുകൊണ്ട്
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നല്ല സുഹൃത്ത് ആരാണ് എന്നൊരു ചോദ്യം വളരെ നിർണായകമാണ്. ഇങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്: ചൂസ് ഫ്രണ്ട്സ് ഹൂ ചൂസ് റൈറ്റ്. നല്ല സുഹൃത്ത് നല്ലത് തിരഞ്ഞെടുക്കുന്നയാളാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം, അങ്ങനെ നല്ലത് ജീവിതത്തിൽ തിരഞ്ഞെടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.